എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നബിദിനാശംസകളും ഞാൻ നേരുന്നു. ഞായറാഴ്ച ഓണവും തിങ്കളാഴ്ച നബിദിനമാണല്ലോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഓണസദ്യയൊക്കെ കഴിക്കുക. ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോകുന്നുണ്ട്. ഒരു സന്തോഷമല്ലേ എല്ലാം അല്ലേ? അപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കും. എല്ലാ ഓണക്കാലത്തും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓണം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓണം എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷം വരും. എന്താണെന്നറിയോ? ഓണത്തിനെക്കുറിച്ച് 10 വാചകം എഴുതാൻ പറയും. അതിന് നമുക്ക് നല്ല മാർക്കും കിട്ടും അല്ലേ? ആ 10 ചിലപ്പോൾ 5 മാർക്കൊക്കെ ആയിരിക്കും 10 വാചകം എഴുതും, അല്ലെ 5 വാചകം എഴുതാനൊക്കെ പറഞ്ഞ് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വിടാതെ ആ ഒരു മൊത്തമായിട്ടൊരു 5 വാചകം അല്ലെങ്കിൽ 10 വാചകം എഴുതും. ഓണത്തിന് ഊഞ്ഞാലാടും, അത്തം മുതൽ 10 ദിവസം വരെ ഓണം ആഘോഷിക്കും. ഓണത്തിന് നമ്മൾ പല കളികളിലും ഏർപ്പെടും. അതുപോലെ തന്നെ ഓണത്തിന് ഊഞ്ഞാലാടും, ഓണത്തിന് പൂ പറിക്കാൻ പോകും. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ 10 വാചകം എങ്ങനെയും ഒപ്പിക്കും അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരും, ഓണത്തിനെക്കുറിച്ച് വരും കേട്ടോ, ഓണത്തിനെക്കുറിച്ച് വരും, 10 വാചകം എഴുതണം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരും, ഓണത്തിന് ഇന്നതുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരും. നമ്മളത് കറക്റ്റ് എന്തായാലും അത് ഒന്നും ഓർത്തില്ലേലും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നും ഓർത്തില്ലേലും ഈ ഒരു കാര്യം മാത്രം ഞാൻ ഓർത്തിരിക്കും കേട്ടോ. എന്നാലും അതിന് 5 മാർക്കും എന്തായാലും വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചവരുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഓണക്കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, അന്ന് ഓണക്കാലത്ത് നമ്മൾ ഊഞ്ഞാലൊക്കെ കെട്ടുമായിരുന്നു അല്ലേ? എന്താ പറയുക, പ്ലാവിലും മാവിൻ്റെ ഏകരത്തിലും ഒക്കെ ഊഞ്ഞാൽ കെട്ടും. അതിലിരുന്ന് ഇങ്ങനെ ആടും പിള്ളേരൊക്കെ. ഒരാൾ ഉന്തി വിടും, നമ്മളിങ്ങനെ ആടും, പിന്നെയും തിരിച്ചു വരും, ഉന്തി വിടും. അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പം പക്ഷേ അതെല്ലാം പോയി. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഊഞ്ഞാലാടാൻ പോയിട്ട് ഒന്ന് കളിക്കാൻ പോലും ഇറങ്ങുന്നില്ല അല്ലേ? അതേക്കുറിച്ച് ഓർക്കുമ്പോൾ സുന്ദരമായ ഓർമ്മകളൊക്കെ ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്. എന്താണെന്നറിയാവോ? ബ്ലീച്ച് ഇടുന്നതിനെക്കുറിച്ച്. അപ്പോൾ ബ്ലീച്ച്, അതായത് നമ്മുടെ കെമിക്കലായിട്ടുള്ള ബ്ലീച്ച്. അപ്പോൾ ഇത് ഹെർബൽ ബ്ലീച്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഹെർബൽ ബ്ലീച്ചാണ്, അതായത് നമ്മുടെ ഒലിവിയയുടെ ബ്ലീച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലീച്ചാണ് ഒലിവിയ ബ്ലീച്ച്. കുറേ വർഷങ്ങളായി ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ബ്ലീച്ചാണ് ഒലിവിയ ബ്ലീച്ച്. ഇതുവരെ ഈ കമ്പനി പോയിട്ടില്ല, ഇന്നുകൊണ്ട് ഈ കമ്പനി. അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചാണ്. ആർക്കും വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിതുവരെയായിട്ടൊരു പ്രശ്നം വന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബ്ലീച്ച് ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല. അപ്പം ഞാൻ പിന്നെ നമുക്ക് ഇച്ചിരി പ്രായമായാലും നമുക്ക് മാസത്തിലൊരിക്കൽ ബ്ലീച്ച് ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മാസത്തിലൊരിക്കൽ ഞാൻ ബ്ലീച്ച് ഉപയോഗിക്കും. അതായത് ഈ ഹെർബൽ ബ്ലീച്ച് ഒലിവിയയുടെ എത്രയൊക്കെ പല ബ്ലീച്ചുകൾ മാറി പല ഫ്ലേവറിലും മാറി വരുന്നു. ഒരുപാട് ബ്ലീച്ചുകൾ ഇറങ്ങുന്നുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് വരെയും യൂസ് ചെയ്തിട്ടുള്ള ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ഒലിവിയ ബ്ലീച്ചാണ്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് വരെ അത് കിട്ടാതെ വന്നിട്ടില്ല. എവിടെയാണെങ്കിലും ഈ ഒരു ബ്ലീച്ച് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കമ്പനി ഇതുവരെ നിന്നു പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. നല്ലൊരു ബ്ലീച്ചാണ്, ഹെർബലാണ്. അലോവേര, ചന്ദൻ പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇങ്ങനെയെല്ലാം കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെർബൽ ബ്ലീച്ചാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ട്, നല്ല കളർ കിട്ടാനായിട്ട്, നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റനാകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ബ്ലീച്ചാണ്. പക്ഷേ ഇതെന്താണ്, ബ്ലീച്ച് ഇടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബ്ലീച്ചിൻ്റെ ക്രീമിൻ്റെ കൂടെ ആക്ടിവേറ്റർ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുഖം കറുത്തു പോകും, ചൊറിച്ചിൽ വരും, ചൂടുകുരു പോലെ പൊങ്ങി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ബ്ലീച്ച് അറിയാതെ ഇടുന്ന ആൾക്കാർ. അതായത് ബ്ലീച്ച് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ബ്ലീച്ചിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തവരോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്ലീച്ചിൽ എപ്പോഴും പറയുന്നത് 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ബ്ലീച്ച് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നു, മാസത്തിലൊരിക്കൽ മാത്രം ഒരു ഫേഷ്യലും ഒരു ബ്ലീച്ചും മസ്റ്റാണ്. നമുക്കൊരു മസാജും ഒക്കെ ചെയ്യുന്നതല്ല. നമ്മൾ ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് ബ്ലീച്ച് തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബ്ലീച്ച് ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഹെർബൽ ഫേഷ്യൽ, അതായത് വീട്ടിലെ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഞാനൊരു ഫേഷ്യൽ ചെയ്യും. എനിക്കിത് ധാരാളം മതി. ഇന്ന് വരെയും യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുമാണ്. കുറച്ച് ഓയിലിയും കുറച്ച് ഡ്രൈയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സെൻസിറ്റീവ് സ്കിന്നുകാരെ ബ്ലീച്ച് ഇടുമ്പം വളരെ ശ്രദ്ധിക്കണം. അതുകൂടാതെ ആര് ബ്ലീച്ച് ഇട്ടാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർ. അപ്പോൾ നിങ്ങൾ ബ്ലീച്ച് മേടിക്കുമ്പോൾ ആദ്യം ഒന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട്
എടുത്തിട്ട് ബ്ലീച്ചും ആക്ടിവേറ്ററും മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെവിയുടെ പുറകിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം. അവിടെ വല്ല നിങ്ങൾ ചൊറിച്ചിലോ തടിപ്പോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലീച്ച് ഉപയോഗിക്കരുത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ബ്ലീച്ച് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട ബ്ലീച്ച് ഇടോ, ഇന്ന ബ്ലീച്ച് വാങ്ങിച്ചിടാൻ പറഞ്ഞ് നിങ്ങൾ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് ഒന്നും അറിയാതെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഗുണത്തേക്കാളേറെ ദോഷം വരുത്തേയുള്ളൂ. ഒരുപാട് പേർക്ക് ബ്ലീച്ച് ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റർ കൂടി പോയിട്ട് മുഖമൊക്കെ കറുത്തിരുണ്ട് പോയി. അതായത് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ മുഖത്തിനെ ബ്ലീച്ച് ചെയ്യുന്നത്, അത് വെളുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ കറക്റ്റ് രീതിയിൽ കൂട്ടിയാൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു ഫേഷ്യൽ കാണിച്ചു തന്നായിരുന്നു. രക്തചന്ദന പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചൊരു ഫേഷ്യൽ കാണിച്ചു തന്നെ, പാൽ വെച്ച് ക്ലെൻസ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ കാണിച്ചു തന്നു. സൂപ്പർ ഫേഷ്യലാണ്. ആ ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ ബ്ലീച്ച് ഇട്ടു. അപ്പോൾ ബ്ലീച്ച് ഇടേണ്ട സമയം എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പേ നമ്മൾ ബ്ലീച്ച് ഇടണം. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം മുമ്പ് ബ്ലീച്ച് ഇടണം, ഇല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കലും ഇട്ട് പോകാം. അപ്പം ഒരിക്കലും നിങ്ങൾ ബ്ലീച്ച് ഇടുമ്പോഴത്തേനും ആക്ടിവേറ്റർ കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല, മുഖം കറുത്തിരുണ്ട് പോകും. അപ്പോൾ ബ്ലീച്ച് എങ്ങനെയാണ് ഇടുന്നതെന്നും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമാകട്ടെ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ലേ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേഷ്യൽ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഹെർബൽ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ഫേഷ്യൽ ചെയ്തു. അതിനുശേഷം ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയില്ലായിരുന്നു. ഇത് കിട്ടണമെങ്കിൽ ഇവിടെ ഒന്നും നോക്കിയിട്ടില്ല, പാലായിലാണ് പോയി വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആദ്യം ബ്ലീച്ച് ഇടാൻ. ഞാൻ ഫേഷ്യൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബ്ലീച്ച് ഇട്ടത്. എൻ്റെ മുഖം നിങ്ങൾ നോക്കി നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട്, നല്ലൊരു തിളക്കവും ഫേസിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബ്ലീച്ചും ഫേഷ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഓണത്തിന് ഓണസദ്യ കഴിക്കാനായിട്ടും അതുപോലൊക്കെ സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്ലീച്ചും ഫേഷ്യലും ഒക്കെ ചെയ്തത്. എന്തായാലും നല്ലൊരു റിസൾട്ടാണ്. നല്ല തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ ബ്ലീച്ച് ഇട്ടുകൊണ്ട് തന്നെ നല്ല ഫേസിൽ നല്ല ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട്, നല്ല ഷൈനിങ്ങും കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഹെർബൽ, അതായത് ഈ ഒരു ഒലീവിയ ബ്ലീച്ചും ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫേഷ്യൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും എഴുതിയിട്ടുണ്ട്, ഓരോ ഫേഷ്യലിൻ്റെയും അതിൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫേഷ്യൽ നല്ലതാണ്. നമ്മുടെ പാർലറിലൊന്നും പോകാതെ പൈസ കളയാതെ നമ്മൾ ഇതുപോലെ വീട്ടിൽ ബ്ലീച്ച് ചെയ്യാൻ പഠിക്കുക. അപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ ഒന്ന് ചോദിക്കാം, ഒരു പ്രശ്നവും ഇല്ല. എല്ലാത്തിനും മറുപടി തരുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ബ്ലീച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വാ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു ബ്ലീച്ച് ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കുക എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബ്ലീച്ചിലെ ക്രീം കേട്ടോ. ഇതാണ് ക്രീം. ഇതുപോലൊരു സ്പൂണുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് പൗഡർ. നമ്മുടെ മുഖം ബ്ലീച്ച് ആക്കുന്ന ഒരു സംഭവമാണ്, നമ്മുടെ മുഖം ഫെയർ ആക്കുന്ന സംഭവമാണ് ഈ ഒരു ആക്ടിവേറ്റഡ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ. ഇത് കണ്ടോ, ഹെർബൽ ബ്ലീച്ചാണ്. അലോവര, ചന്ദൻ പൗഡർ, ഹൽദി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓർഗാനിക് ഹെർബൽ ബ്ലീച്ച് എന്നാണ് എഴുതിയേക്കുന്നത്. ഹെർബൽ തന്നെയാണ്. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ബ്ലീച്ചാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ബ്ലീച്ച് എങ്ങനെയാണ് ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇത്രയും ക്രീം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഈ ഒരു സ്പൂണ് പോലെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഇതുണ്ടോ ഇത്രയും എടുക്കുക. ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണും, അപ്പോൾ ഒരു സ്പൂൺ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു സ്പൂണും പിന്നെ ഒരു കുറച്ചും കൂടെ അതിൻ്റെ പകുതിയും കൂടെ എടുക്കുക. അപ്പോൾ അത്രയും മതി നമുക്ക് നമ്മുടെ ഫേസിൽ നെക്കിലൂടെ ഇടാൻ വേണ്ടി ധാരാളം, അത്രയും മതി. ഇത്രയും മതി, ഫേസിൽ നെക്കിലൂടെ ഇടാൻ ധാരാളം മതി കേട്ടോ. ഞാൻ ഇത്രയാണ് എടുക്കാറ്. എന്നിട്ട് നമ്മൾ അന്നേരം തന്നെ ഈ സാധനം എന്ത് ചെയ്യണം, അടച്ച് വെക്കുക. കാറ്റ് കയറാതെ അപ്പം തന്നെ അടച്ച് വെച്ചേക്കുക, പിന്നീട് അടയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിൽ ഏകദേശം പകുതിയേ ഉള്ളൂ, ആക്ടിവേറ്റർ പൗഡർ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് ഇതിനകത്ത് നിറച്ചില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക എത്രയായിട്ടുണ്ടെന്ന്. വീണ്ടും ഇടുക.
അപ്പോൾ ഇതെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 2 പ്രാവശ്യം കൊട്ടുന്ന രീതിയിൽ 2 പ്രാവശ്യം കൊട്ടുന്നത്. അതായത് നമ്മൾ ക്രീം എടുക്കുന്നതിൻ്റെ നേരെ പകുതി ആക്ടിവേറ്റർ പൗഡർ എടുക്കുക, ക്രീം എടുക്കുന്നതിൻ്റെ നേരെ പകുതി ആക്ടിവേറ്റർ പൗഡർ എടുക്കുക കേട്ടോ. അങ്ങനെ എടുത്താൽ മതി, അത് മാത്രം ശ്രദ്ധിക്കുക. അന്നേരം തന്നെ ഇത് അടച്ചു വെക്കുക. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നില്ല, അതിന് മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ അന്നേരം തന്നെ നമ്മൾ ഫേസിലിടണം. അപ്പം ഫേസിന് അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലുണ്ടാകുന്ന സ്വർണ്ണമോ നമ്മളെ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ ക്ലെൻസ് ചെയ്യണം. നല്ലപോലെ ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്യുക. കണ്ണിൻ്റെ താഴെയൊന്നും ബ്ലീച്ച് ഇടണ്ട കേട്ടോ, കണ്ണിൻ്റെ ചുറ്റിനും ഒന്നും ഇടരുത്. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ. ബ്ലീച്ച് ഇടാൻ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, ബ്ലീച്ച് ഇടാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 ഐസ് ക്യൂബ് എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഫേസിലൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ കാണുമല്ലോ, അവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു ചെറിയ സെൻസിറ്റീവ് സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നുമാണ്. അതായത് ഓയിലിയും കുറച്ച് ഡ്രൈയുമാണ്. ഒരു സൈഡ് ഓയിലി ആണെങ്കിൽ മൂക്കിൻ്റെ അവിടെയൊക്കെ ഓയിലി ആണെങ്കിൽ ഇവിടെ ഒക്കെ ഓയിലിയാണ്, ബാക്കി ഭാഗത്ത് ഡ്രൈ. അങ്ങനെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പം സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്ന് ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് വേണം. കാരണം ഈ ഒരു ഒറ്റ ഐസ് കട്ട മതി, അത് മുഴുവൻ നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എവിടെയാണോ ബ്ലീച്ച് ഇടുന്ന ആ ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ തണുപ്പിച്ച് കൊടുക്കണം. ഇത് മസ്റ്റായിട്ടും സെൻസിറ്റീവ് സ്കിന്നുകാർ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ ഐസ് ഒരു ഐസ് ക്യൂബ് എടുത്തൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം, മുഖമൊന്ന് തുടയ്ക്കാം. അപ്പം മുഖമൊന്ന് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ വെച്ചേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇതന്നെ നമ്മൾ വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല, അത് നന്നായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അതായത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നല്ലൊരു തരിതരിപ്പുണ്ട്. ആ ഒരു തരിതരിപ്പ് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബ്രഷ് ഇട്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കൈ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രഷ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ അലർജിയും പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നല്ലൊരു ബ്രഷ് ഇട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെ കൈ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് വരും, നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വരും. അതും വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു തരിയുണ്ട്, അതാണ് ആക്ടിവേറ്റർ പൗഡറിൻ്റെ തരിയാണ്. അത് നന്നായിട്ട് മിക്സ് ആകണം, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ഫേസിൽ. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കേട്ടോ നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കേട്ടോ നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ മൂക്കിൽ ഇടുവാണേ. ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഇഷ്ടമല്ല, എനിക്ക് ഒരു പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇടുന്നത്. ആദ്യം വേണം കവളിടുക. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു നമ്മൾ മൂക്കിൽ ആദ്യം ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് സൈഡ് നമുക്ക് കിട്ടും ചെയ്യാനുള്ളത്. ഇങ്ങനെ കണ്ടോ, അതാണ് ഞാൻ മൂക്കിൽ ആദ്യം പരട്ടിയത്. ഇങ്ങനെ കണ്ടോ, ഈ മൂക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഇവിടെ മുടിയൊക്കെ ഉണ്ട്, അവിടെ ചെയ്ത് കേട്ടോ. അവിടെ ചെയ്താൽ മുടി ചെമ്പിക്കുവേ. അതുപോലെ തന്നെ ഇവിടെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി വെക്കുക. ഇത് നമുക്ക് കഴുത്തിലും ഇടാനുണ്ട്, കഴുത്തിലും പുറകിലും എല്ലാം ഇടാനുണ്ട് കേട്ടോ. പിന്നെ നെറ്റിയിലോട്ടിടാം. നെറ്റി ഇച്ചിരി മുടി മാറ്റി വെക്കണം നെറ്റിയിൽ. അപ്പോൾ ഈ ഐബ്രോസിൻ്റെ അവിടെ ഒന്നും പറ്റാതെ നമ്മുടെ മുടിയൊക്കെ പറ്റും, നമുക്ക് അന്നേരം തുടച്ച് മാറ്റണം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ട് തുടച്ച് മാറ്റാം. അപ്പം നമ്മുടെ മുടി വെളുത്ത് വരും. പിന്നെ ഈ നെറ്റി ഈ പിരികത്തിൻ്റെ നടുക്കത് ഇങ്ങനൊരു വര ഇട്ടാൽ മതി. ഇങ്ങനൊരു വര, ജസ്റ്റ് പിരികത്തെ പറ്റാതെ.
അപ്പോൾ കണ്ണിന് ഇവിടെ കണ്ടല്ലോ, ഇത്രയും ഭാഗത്ത് നമ്മൾ തേക്കാവുള്ളൂ, അതിൻ്റെ മേലോട്ട് പോകരുത്. പിന്നെ നമ്മുടെ അപ്പർ ലിപ്പ്. അപ്പോൾ നല്ല മീശയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടി വെളുക്കണമെന്നുണ്ടെങ്കിൽ, മുടി കളറാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ്, മൊത്തം 15 മിനിറ്റ് തന്നെ ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഒരു മീശയുടെ അവിടുത്തെ ഈ നമ്മുടെ അപ്പർ ലിപ്പിലെ അന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ എനിക്ക് ഒത്തിരി ചെറിയ നനനത്തെ രോമമുണ്ട് അവിടെ, അപ്പോൾ അതെനിക്ക് കളറാവുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് തുടച്ച് കളയും കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് ചെയ്യാം. ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്താൽ ഇച്ചിരി ഇറക്കി താഴോട്ട് ചെയ്യണേ. നമ്മുടെ മുടിയിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി. ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക, അപ്പോൾ ആ ഭാഗത്തുനിന്ന് അങ്ങ് പൊക്കോളും. അപ്പം ബ്ലീച്ച് എല്ലാം ഇട്ടു. ഇങ്ങനെയാണ് ബ്ലീച്ച് ഇടുന്നത്. അപ്പോൾ ആക്ടിവേറ്റഡ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം വല്ലാതെ പുകയും. അല്ലാതെ തന്നെ നമ്മൾ ഇത് ഇടുമ്പോൾ ചെറിയൊരു ബേണിംഗ് ഉണ്ട്, ചെറിയൊരു പുകച്ചിലുണ്ട്, അത് സാരമാക്കണ്ട. പക്ഷേ ആക്ടിവേറ്റഡ് കൂടുവാണെങ്കിൽ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് പുകയും. അപ്പം നിങ്ങൾ ഓർത്തോണ്ട് നിങ്ങളുടെ ആക്ടിവേറ്റർ പൗഡർ കൂടിപ്പോയി. പിന്നെ ചൊറിയും ചിലർക്ക് ചെറിയൊരു ഇച്ചിങ്ങൊക്കെ പോലെ ഉണ്ട് നമ്മൾ ഈ ബ്ലീച്ച് ഇടുമ്പോൾ. എന്തായാലും അത് കാര്യമാക്കണ്ട. ഒരുപാട് കൂടുതൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതൊക്കെ അന്നേരം തന്നെ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഐസ് ക്യൂബ് എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് യാതൊരു സൈഡ് എഫക്റ്റും കാരണം ഇന്ന് വരെ വന്നിട്ടില്ല, എനിക്ക് വന്നിട്ടില്ല. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ പറഞ്ഞില്ല, പുറകിൽ മിക്സ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തേച്ച് 10 മിനിറ്റ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു പിഞ്ച് ഇത്രയും ഒരു തോണ്ട പിന്നെ എന്താ പറയുക ക്രീമും ഒരു പിഞ്ച് ആക്ടിവേറ്റർ പൗഡർ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചൊറിച്ചിലോ അലർജിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ തേക്കണ്ട കേട്ടോ. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന മസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പർ ലിപ്പ് കളയും. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പം അപ്പർ ലിപ്പ് ചെമ്പ് നിറമാകുന്നുണ്ടെങ്കിൽ അത് ചെമ്പ് നിറമാകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടച്ചുകളയും. അപ്പോൾ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മീശോയുടെ മുകളിലുള്ള ചുണ്ടിന് മേളിലുള്ള ഇത് തുടച്ച് കളയും കേട്ടോ. 5 മിനിറ്റ് കഴിയും ഞാൻ തുടച്ച് കളയും. മൊത്തം 15 മിനിറ്റാണ് കേട്ടോ. 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുഖത്തെ എല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റാം. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാവുള്ളൂ. സെൻസിറ്റീവ് സ്കിന്നല്ല, ആദ്യമായിട്ട് ബ്ലീച്ച് യൂസ് ചെയ്യുന്നവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ് നന്നായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് നമുക്ക് ബ്ലീച്ച് ഇടുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലീച്ച് ഇടുമ്പോൾ നല്ലൊരു മാറ്റം കിട്ടും. പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് എല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം ഐസ് ക്യൂബ് മസ്റ്റായിട്ട് വീണ്ടും രണ്ടാമതും വെക്കണം. നല്ലപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് 2 ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കണം കേട്ടോ. കഴുത്തും ചെയ്ത ഭാഗമെല്ലാം ബ്ലീച്ചിട്ട ഭാഗമെല്ലാം നമുക്ക് നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ തുടച്ചൊക്കെ മാറ്റിയ ശേഷം നല്ല രീതിയിൽ ഗ്ലോയും കിട്ടും. ഈ ഒരു ബ്ലീച്ച് നല്ല സൂപ്പർ ബ്ലീച്ചാണ്. നല്ല ഗ്ലോ ചെയ്യും മുഖം, നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും. അതിനുശേഷം നിങ്ങൾ മസ്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ നിർത്താവുള്ളൂ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. ബ്ലീച്ച് ഇട്ടത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും കണ്ടല്ലോ. അതുപോലെ തന്നെ ബ്ലീച്ച് ഇട്ടതിന് ശേഷം നിങ്ങൾ ഐസ് ക്യൂബൊക്കെ വെച്ചു റെഡി ആയല്ലോ. അതിനുശേഷം നിങ്ങൾ നല്ല ഫേസ് തുടച്ചതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാത്രിയിൽ കിടന്നിറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ തന്നെയും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സ്കിൻ ടോണർ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ചെയ്യാം കേട്ടോ. മെയിനായിട്ടും നമ്മളൊരു മോയ്സ്ചറൈസറും സ്കിൻ ടോണറും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മാത്രമായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലീച്ച് ഇട്ടതിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് പറയട്ടെ? അതായത് സൺസ്ക്രീം. മസ്റ്റായിട്ടും സൺസ്ക്രീം യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ബ്ലീച്ച് ഇട്ടു, നാളെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ടേ പുറത്ത് പോകാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു കരിവാളി പോലെ നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ ബ്ലീച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ കുട ചൂടി മാത്രമേ പുറത്തോട്ട് പോകാവുള്ളൂ.
എന്തായാലും ബ്ലീച്ചിട്ട് കഴിയുമ്പോഴത്തേനും 3-ാം ദിവസം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ 3 ദിവസം മുമ്പേ ബ്ലീച്ച് ഇടണം. അപ്പോൾ എന്താ പറയുക, പിറ്റേ ദിവസം 3-ാം ദിവസമാകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കിട്ടും. പിറ്റേ ദിവസം നമുക്ക് കിട്ടും അതല്ല, പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഗ്ലോ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 2-ാമത്തെ ദിവസമാണ് ബ്ലീച്ച് ഇട്ടേക്കുന്നത്. ബ്ലീച്ച് ചെയ്തിട്ട് പിന്നെ ശനിയാഴ്ചയാണല്ലോ, ഇപ്പോൾ 2-ാമത്തെ ദിവസമാണ്. വെള്ളിയാഴ്ചയാണ് ഞാൻ ബ്ലീച്ച് ഇട്ടത്, ഞായറാഴ്ചയാണ് ഫംഗ്ഷൻ. അപ്പം ശനിയാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള മാറ്റം വന്നു. ഞാൻ ഇട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് നാളെ ആകുമ്പം കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, സൺസ്ക്രീമും നമുക്ക് കുറച്ച് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് തിളങ്ങി നമുക്ക് ഇതുപോലെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് നാച്ചുറൽ ഫേഷ്യൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഒലീവിയാന ബ്ലീച്ച് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലീച്ച് ഉപയോഗിക്കാവേ. ഞാൻ ഈ ഒരു ബ്ലീച്ചാണ് ഉപയോഗിക്കുന്നത്. എനിക്കിതുവരെയായിട്ടൊരു കുഴപ്പവും വന്നിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ മേടിക്കണമെന്നുള്ളവർ വാട്സപ്പിൽ വന്നാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാണ് മേടിക്കുന്നത്. ഇതെല്ലാം പിന്നെ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഷോപ്പുകളിലും ഒക്കെ കിട്ടും, ബ്യൂട്ടി ഷോപ്പുകളിലും ഒക്കെ കിട്ടും. വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെയാണെങ്കിലും നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. ബ്ലീച്ച് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. മാസത്തിൽ ഒരു തവണ മാത്രം ബ്ലീച്ച് ഉപയോഗിക്കണം, ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.